ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോടാണ്. ആ ഹാ കോഴിക്കോട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹിന്ദുസ്ഥാനി ഒരു മ്യൂസിക്കിനൊരു വളരെ പ്രാധാന്യമുള്ള ഒരു കൊടുക്കുന്ന സ്ഥലമാണ്. സ്ഥലമാണത്. അപ്പോൾ അവിടെ നമുക്ക് ഹിന്ദുസ്ഥാനി പഠിക്കാനായിട്ട് അന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനും കൂടുതൽ ഇഷ്ടം ഞങ്ങൾ കേൾപ്പിച്ചതൊക്കെ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ് കൂടുതൽ. അത് ശരിയാ. ഗസൽസും അതേപോലെ അങ്ങനെ കച്ചേരികളും അച്ഛൻ ഇങ്ങനെ ഓരോന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അച്ഛന് എവിടെ അത് പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയതുമില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞൊരു ഗുരുവിൻ്റെ അടുത്ത് എത്തി. അപ്പൊ അദ്ദേഹം പക്ഷേ വോക്കലിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു ഹാർമോണിയം പ്ലെയർ ആയിരുന്നു. ഹിന്ദുസ്ഥാനിയാണോ പഠിച്ചത്? ഹിന്ദുസ്ഥാനി അല്ല, ആദ്യം പഠിച്ചത് കർണാട്ടിക്കാണ്, ബേസ് എല്ലാം കർണാട്ടിക്കാണ്. നളിൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് ഈ പറയുന്നത്. അദ്ദേഹം ഹാർമോണിയം പ്ലെയർ ആണ്, ഹിന്ദുസ്ഥാനി ഹാർമോണിയം പ്ലെയർ ആണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വോക്കൽ അതിൻ്റെ ഒരു കൾച്ചർ പഠിക്കുക, അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ കച്ചേരികൾ കേൾക്കാൻ പോകും, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കേൾക്കാനൊക്കെ. അങ്ങനെ ഒരു കൾച്ചർ എന്താണെന്നുള്ള ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാൻ, കാരണം ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കർണാടകയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറാം.